പിന്നെന്താടോ ഈ വഴിക്ക്? അടിപൊളി ടോപ്പാണ്. തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നിറയെ പൂക്കളൊക്കെ ഉള്ള മൊത്തത്തിലൊരു പുളിയാണ് താൻ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. തനിക്കെന്താണോ നമ്മളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്താൽ? താനെന്തിനിങ്ങനെ പേടിക്കണത്? കൂളായിട്ട് നിൽക്കടോ. തന്നോടൊരു താല്പര്യമുള്ളതുകൊണ്ടല്ലോ. താനെ കണ്ടിട്ടില്ലേ? ഞാൻ മിക്കപ്പോഴും തന്നെ നോക്കാറുണ്ടല്ലോ. എനിക്കറിയാം താൻ എന്നെ കാണാറൊക്കെ ഉണ്ട്. എവിടെ തൻ്റെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവും. എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളവർക്ക് സംസാരിക്കാടോ. എന്താടോ ആ നമ്മ മാറിക്കോളാ, പക്ഷെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവൂട്ടാ. എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. അതെ, FB-യിൽ ഒരു റിക്വസ്റ്റ് ഇട്ടോട്ടാ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യണേ. കൊച്ചു പറയാനല്ലോ വണ്ടി കയറിന്നിട്ട് കേറിപ്പോ തൊട്ട് മിണ്ടാണ്ടിരിക്കണാണ്. എവിടെ പോണോന്നാ എവിടെ ഇറങ്ങണോന്നാ ഒന്നും പറയണൂല്ല. തനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? ഞാൻ പറയണതെല്ലാം കൊച്ചു കേക്കണ്ട. കൊച്ചേ ചേട്ടാ, ഈ രാജീവൻ, അനു എന്നാണ് ഭാര്യയുടെ പേര്, കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. വീട് ചേട്ടനറിയോ? അത് നമ്മുടെ രാജീവ് സാർ ആയിക്കോളൂ, മറ്റേ വടക്കേത്തെ രാജീവ് സാറ്. ആ കമ്പ്യൂട്ടർ അതിന്റെ ഇതല്ലേ, കമ്പ്യൂട്ടർ IT ഫീൽഡ് ആയിട്ടുള്ള. അത് ഞാൻ ഉണ്ടാക്കി തരാ, അത് പറഞ്ഞാ പോരെ. ഒരു 50 രൂപ. ആരാ? എന്താ? രാജീവൻ സാറല്ലേ? അതെ. അനു ഉണ്ടോ? അനുവിനെ ഒന്ന് കാണാൻ വന്നതാ. ആ അനു, വിളിക്കാം. അഞ്ചു വർഷമായില്ലേടി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. 5 വർഷം മതിയല്ലേടി ഒരാളെ മറക്കാൻ? നിനക്ക് മറക്കായിരുന്നില്ലേടി? പണ്ടും എൻ്റെ കരച്ചിൽ നീയല്ലേടി കേട്ടിട്ടുള്ളൂ. എന്നെങ്കിലും എൻ്റെ മരണ വാർത്ത കേട്ട് നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സീനെ
നിന്നെ ഓർക്കാത്തൊരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലടി. സീനെ, സീനെ, ചേട്ടാ ചോറ് ഞങ്ങൾ വെക്കായിരുന്നു, ഇപ്പം എടുക്കാം. നീ ആരുടെ കൂടെ കിടക്കണേ? എൻ്റെ കൂടെ കിടക്കണ്ടോ? ചേട്ടാ, അവളെ എത്ര നാൾക്ക് ശേഷം ഞാൻ കാണണേന്നറിയോ? കുഞ്ഞുനാളും മുതലുള്ള കൂട്ടുകാരി എൻ്റെ. കുറെ അലഞ്ഞ അവളോട് വന്നത്. ഓ ഓക്കെ. നിനക്ക് എത്ര ദിവസം ഉണ്ടടി? 15 ദിവസം. ഈ 15 ദിവസം 15 വർഷം പോലെയാടി എനിക്ക്. ഈ ഒരൊറ്റ ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് നീ ചോരയിൽ കുളിച്ച് നിൽക്കണത്. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, ഇവിടെയല്ലേ നമ്മൾ അംഗീകരിക്കാതുള്ളൂ, നമ്മൾ അംഗീകരിക്കുന്ന എവിടെയെങ്കിലും പോയി ജീവിക്കാന്ന്. എന്തിനാടി നീ അയാളെ കൊന്നത്? തകർത്തില്ലേടി എല്ലാം, നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം തകർത്തില്ലേടി? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നീ പറ. നിന്റെ അച്ഛനുണ്ടായിരുന്നോ കൂടെ? എൻ്റെ അച്ഛനുണ്ടായിരുന്നോ? നിന്റെ ആങ്ങളമാരുണ്ടായിരുന്നോ? ഞാനന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നെ അയാൾക്ക് വിറ്റാനെ, കാശിന് വേണ്ടി. എത്ര ആണുങ്ങളുണ്ടായിരുന്നടി അവിടെ? ഒരുത്തനെങ്കിലും വന്നോ നിന്റെ ദേഹത്തവൻ തൊട്ടപ്പോ? ഞാനത് ചെയ്തു. ഞാനവനെ കൊന്നതാ. നിന്റെ ദേഹത്ത് കൈവച്ചവനെ ഞാൻ കൊന്നു. എന്തിനാണെന്നറിയോ? നിന്നെ എനിക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാടി. പറയുന്നു, എന്താ പ്രശ്നം? പെട്ടെന്ന് ആലോചിച്ച കല്യാണം. പഴയ സംഭവങ്ങൾ നിൽക്കുമ്പോ ആര് കെട്ടാനാടി? പണക്കാരനാന്ന് കേട്ടപ്പോ അച്ഛൻ സമ്മതിച്ചു. സംശയടി എന്നെ. ഉപദ്രവിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലടി. ഒരു ഫോട്ടോ പോലും ചുവരിൽ വെക്കാൻ സമ്മതിക്കില്ല. പുള്ളിക്കാരനേക്കാളും സൗന്ദര്യം കൂടുതലാണെന്ന് പറഞ്ഞാണ്. ഒരു പൊട്ട് തൊടാൻ പോലും സമ്മതിക്കില്ലടി. വായ മൂക്കും പൊത്തിപ്പിടിച്ച് തല ചുവരിലിടിപ്പിക്കും. കുറെ അനുഭവിച്ചടി ഞാൻ. ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കില്ല. ജീവനോടെ ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ശവമായിട്ടാണ് ഞാൻ ജീവിക്കണേ. നിനക്കിത് ഒഴിവാക്കി കൂടിയാനു? ഇതൊരു മരണത്തിലേ അവസാനിക്കൂ.
അതെ, അതെന്റേതാവും മിക്കവാറും. അതില് തീരുള്ളൂടി. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഡീ, വീട്ടിനകത്തിരുന്ന് നിനക്കും പോറായില്ലേ? ഒരു കൊലപ്പുഴയോടൊപ്പം പുറത്തു പോകാൻ പേടിയാ? ഒന്ന് പോടോ, ഇതൊക്കെ ഉള്ളതാണോ? എടാ നിനക്കൊക്കെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. താൻ കഥ തീർക്കാതെ ഉള്ള കാര്യം പറ. എടാ ഇതൊക്കെ വേറെ മൂടാണ്. എന്നാലും അതൊക്കെ എങ്ങനെ അവരാ? നിനക്ക് എന്താണ്? അവൻ കുറെ നാളായിട്ട് അതിന്റെ പുറകെ കിടക്കണാണ്. ഒന്ന് പോടാ മേലെ അവിടെ നിന്ന്. പിന്നെ എനിക്ക് എന്താ വില വിഷമോ നിന്റെ അടുത്തേക്ക് വന്ന് ഇത് പറയാനായിട്ട്? കഥ തീർക്കല്ലോ, ഉള്ളതാണോ? ഈ വേട്ടവളിൻ്റെ അടുത്തൊന്നും പറഞ്ഞു. എന്നാലും അതൊക്കെ എങ്ങനെ? കൊറേക്ക് തള്ളാണ്ടാ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കില്ല ഈ കാര്യങ്ങളൊന്നും. ഞാൻ വിശ്വസിക്കില്ല. എടാ നീയൊക്കെ കൊച്ചാണ്, നിനക്കൊന്നും അറിയാൻ പാടില്ല. എന്നാലും വന്നട സാധനങ്ങള് നോക്കണം. നോക്ക് കറുത്ത് നോക്ക്. എടാ സുനിയേ, ഓ, നമ്മ ആണുങ്ങളെന്ന് ഇപ്പൊ പോരടവർക്ക്. അതെന്താണ് മച്ചാനെ? അത് നമ്മളെന്ന് ഇപ്പൊ അവർക്ക് പിടിക്കൂലടാ. അതേ കൂട്ടുകാരത്തി കലക്കിട്ടാ. നിങ്ങടെ ഈ പെണ്ണും തമ്മിലുള്ള പരിപാടിയാണെങ്കിൽ ഞങ്ങൾ ആണുങ്ങൾക്കൊന്നൊരു പണി ഉണ്ടാവില്ലല്ലോ ചേച്ചി. ഇത് അമേരിക്ക ഒന്നും അല്ലട്ടാ, ഈ സൈസ് പരിപാടി നടത്താൻ. എടാ സുനിയേ, സാറിനിപ്പൊ പഴയ പിക്കപ്പ് ഒന്നും ഇല്ലട്ടാ. അതെന്താണ് മച്ചാനെ? അതങ്ങനെയാടാ, സാറിന്റെ വീട്ടില് പുതിയ കൂട്ടുകാരത്തി വന്നിട്ടുണ്ടല്ലോ. പിന്നെ ആണുങ്ങൾക്കിടയിൽ ഒരു ആവശ്യമില്ല. പിക്കപ്പില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അനു, മോളെ എന്ത് പറ്റിയടാ? അനു, രണ്ടും കൂടി പറ്റിക്കാന്ന് വിചാരിച്ചാടേ. അനു കണ്ണു തുറക്കടാ. അനു, അനു, നീ എവിടെന്നാടി? നീ ആരടി? എന്താടാ നീ ചെയ്തേ? എന്താടി കുഴപ്പം? എന്താടാ നീ ചെയ്ത? എന്താ നീ ചെയ്തത്?
ആ